വടകര ഷാഫി ഉള്ളൊരു ഭൂരിപക്ഷത്തിൽ ജയിക്കും. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്നു. എല്ലാം കൊണ്ടും നല്ലൊരു വ്യക്തിയാണ്. അപ്പൊ എന്തായാലും 1 ലക്ഷത്തിന്റെ മേലെ ജയിക്കാനുള്ള ചാൻസ് പാർട്ടിക്കാർ വരെ വോട്ട് ചെയ്യും. നല്ലൊരു എന്താണെന്നറിയില്ല, ഒരു ഷാഫിനോട് എന്തോ ഒരു പ്രത്യേകത എല്ലാവർക്കും ഉണ്ട്. നമുക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. ശരി, അങ്ങനെ അഭിപ്രായം. കോൺഗ്രസിന്റെ ഒരു തീരുമാനം ഉണ്ടല്ലോ, മുരളീനെ മാറ്റിയിട്ട് ഷാഫിനെ അങ്ങോട്ട് കൊണ്ടുവരുന്നു. അതിനെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്, ആ തീരുമാനത്തിനെ പറ്റിയിട്ട്? അല്ല, മുരളി നല്ല ആള് തന്നെയാണ്, നല്ല വ്യക്തിയാണ്, നല്ല തന്നെ പറയണം. ഇപ്പൊ ടീച്ചർ കുഴപ്പമില്ലാതല്ല, ടീച്ചറിനെ പറ്റി നമുക്ക് നല്ല അഭിപ്രായം. ടീച്ചറെ പറ്റി പക്ഷെ ഷാപ്പിനൊരു എല്ലാവർക്കും ഒരു എങ്ങനെ എടുക്കാം, ഷാപ്പിനെ പ്രത്യേകിച്ച് എങ്ങനെ എടുക്കാം, എന്തോ ഒരു എന്താന്നറിയില്ല. ഞാനൊന്നും അങ്ങനെ പറയുന്ന ഒരാളൊന്നുമില്ല. എന്താന്നറിയില്ല, കെമിസ്ട്രി ഉണ്ട്, എന്തോ സംഭവം ഉണ്ട്, ഉറപ്പാ. കാരണം ഇത്രയും ജനങ്ങൾ ഏറെ വരുന്നു. രാത്രി 2 മണിക്കും 12 മണിക്കുള്ള ആളുകൾ കൂടുക, അതെന്താന്ന് മനസ്സിലാക്കില്ല. ഇവിടെ ഏറെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഒരുപാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ട് ഇതിനെക്കോട്ട് മനസ്സിലാവുന്നുണ്ടാവും അല്ലെ? ഇതുവരെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. അല്ലാണ്ട് ടീച്ചർ മോശമായിട്ടൊന്നുമില്ല. എന്തോ ഒരു സംഭവം ഉണ്ട്, അതെന്താന്നറിയില്ല. പാലക്കാടിനെ വന്ന ആള് ഇവിടെ വന്നിട്ട് ഇത്തിരി ആൾക്കാർ സംഘടിപ്പിക്കാൻ പിടിക്കാന്ന് പറഞ്ഞത് ഓരോരോ പ്രത്യേകത എല്ലാവർക്കും കാണുന്നുണ്ട്. അതെന്താന്ന് മനസ്സിലായത് നമ്മൾ കാത്തിരുന്ന് കാണാം. ഷാഫിയുടെ വിസിറ്റിന് വന്നതാ. ഓലെ ഇവിടുന്ന് മുട്ടയും പഠിച്ച് പറഞ്ഞേക്കും. ടീച്ചർ 100% ജയിക്കും. അയ്മയാൻ പോയി ടീച്ചർ ജയിക്കും. ഓക്കെ, താങ്ക് യു. കോൺഗ്രസ് ലീഗ് ലീഗില്ല, കോൺഗ്രസ് ഇവിടെ UDF ആണ്. അതിലപ്പുറം ഭർത്താവില്ല. ടീച്ചർ 20 UDF കേരളത്തിൽ ലീഡ് ചെയ്യും. ഓക്കെ, തോക്കും. വടകര ഷാഫി ആയിരിക്കും. പ്രത്യേകിച്ച് കാരണം തന്നെ അയാള് പാലക്കാട് പിന്നെ വികസനം മറ്റേ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതല്ലേ, അതുകൊണ്ട് ഒരു ലക്ഷം വോട്ടിന്റെ അടുത്ത് ഭൂരിപക്ഷം ഉണ്ടാവും. എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം തന്നെ പോരെ നമുക്ക് കാരണമില്ല. നമുക്കിപ്പോ ജയിച്ചു കഴിഞ്ഞാൽ അതിരിയും. എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം എടുക്കാം. എല്ലാം കൊണ്ട് മൊത്തം കൊണ്ട് ചെറിയൊരു ഭൂരിപക്ഷത്തിന് ശൈലജ ടീച്ചർക്കാണെന്ന് സെൻസ് തോന്നുന്നു. ചെറിയൊരു ഭൂരിപക്ഷത്തിന്. എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം അല്ല, എനിക്ക് അങ്ങനെ തോന്നുന്നു. ഒരുപാട് നല്ല പ്രവൃത്തി ചെയ്ത ആളല്ലേ, ചിലപ്പോ നമ്മളെ കൊറോണ സമയത്തൊക്കെ ഒരുപാട്. ഞാനൊരു രാഷ്ട്രീയത്തിന്റെ ആളൊന്നുമല്ല, എന്നാലും എനിക്ക് എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു. ഓക്കെ, ഇവിടെ ആര് ജയിക്കും? രാഷ്ട്രീയത്തിന്റെ ചൂട് വെച്ച് നോക്കുമ്പോൾ ഷാഫി ജയിക്കുവാനാ സാധ്യത. കാരണങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് മാറട്ടെ എന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ട്. അത് തന്നെ ഒന്ന് മാറി വരണമെന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ട് ഷാഫി ജയിക്കുവാനാ സാധ്യത. മണ്ഡലം ടീച്ചർ പിടിച്ചെടുക്കും. അതൊന്നും നോക്കണ്ട, കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചതൊന്നും നോക്കണ്ട. ഇപ്രാവശ്യം ടീച്ചറോട് ഇപ്പൊ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. കാരണം ഒരുപാട് ആരോഗ്യപരമായിട്ട് പല കാര്യങ്ങൾ ചെയ്ത ആളാണ്. അതുകൊണ്ട് ടീച്ചർ ജയിക്കും, തീർച്ചയായിട്ടും 100% ഉറപ്പാണ് ജയിക്കും. അതിലൊന്നും ഒരു മാറ്റം. പറയാനുണ്ടോ? കോൺഗ്രസിനെ പറ്റി എന്ത് പറയാനാ? കോൺഗ്രസ് കുറെ ആൾ BJPയിലേക്ക് പോകും. അതുപോലെ അജണ്ടയാണല്ലോ, അത് നമുക്കൊന്നും പറയാനൊന്നുമില്ല. അതുപോലെ കുറ്റപ്പെടുത്താനും നമുക്കൊന്നും. നമ്മൾ വടകരയുള്ള മാത്രം കാര്യങ്ങൾ ഷാഫി നല്ലൊരു വ്യക്തിയാണ്. നമ്മളെ എന്റെ കാഴ്ചപ്പാടിൽ ടീച്ചർ ജയിക്കാനാണ് സാധ്യത. നമ്മൾ ആരെ കൊണ്ട് കുറ്റങ്ങൾ പറയാനല്ല. ഓക്കെ, ഹലോ സാർ, ആര് ജയിക്കുന്ന തോന്നാൻ പറയുന്നത്? ഷാഫി ജയിക്കും. എന്തൊരു പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഇതേപോലെ കഴിഞ്ഞ അഴിമതിയൊക്കെ അല്ലേ, ഷാഫി തന്നെ. അയാളുടെ സ്മാർട്ട്നെസ്സും അയാളുടെ പെരുമാറ്റ രീതിയും പിന്നെ കേരള നിയമസഭയിലുള്ള മൂപ്പറെ കാര്യമായ പ്രവർത്തനം എല്ലാം നമ്മൾ കാണുന്നല്ലോ. അപ്പൊ മൂപ്പർ എന്തായാലും ജയിക്കുമല്ലോ സാർ, ഉറപ്പാണ്. വടകരയാണ് ഉദ്ദേശിച്ചത്. വടകര ടീച്ചർ ജയിക്കും. കാരണങ്ങൾ വെച്ചാൽ മതനിരത്തം നിലനിർത്തേണ്ട ആവശ്യകതയും എന്തുകൊണ്ട് ഇടതുപക്ഷം ഇവിടെ വരണം എന്നുള്ളതും ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ പോരാടാൻ പറ്റുന്ന ആളുകൾ പാർലമെന്റിൽ വരണം എന്നുള്ളതുകൊണ്ടാണ്. നമുക്കതിലും കാത്തിരുന്ന് കാണാം. കേരള ഭരണവിരുദ്ധ വികാരം കേന്ദ്ര സർക്കാർ ഈ രാജ്യത്തിന് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ ഷാഫി എന്ന് പറയുന്നൊരു
ഒരു നല്ലൊരു വ്യക്തിയാണ്. ഈ ഉമ്മൻചാണ്ടിയുടെ അതേ ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയിലാണ് വളർന്നു വരുന്നത്. കാരണം ആർക്ക് എപ്പോ എവിടെയും വെച്ച് കാണാം. അയാൾക്ക് അയാളെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും അയാൾ ചെയ്യും. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ചാപ്പി പറമ്പിൽ. അങ്ങനത്തെ ആ യുവാവ് വളർന്നു വരണം. ആര് ജയിക്കും? ഓക്കെ.